എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് പൈശാചികപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവര്, എന്നും പ്രേതശല്യമുള്ള ആളുകൾ, രക്ഷസിന്റെ ശല്യമുള്ള ആളുകൾ, ഭൂമിപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ശത്രുക്കളെ കൊണ്ടുള്ള ദുരിതങ്ങള്, ബാധകള്, ശാപങ്ങള് ഇതൊക്കെ ഒഴിഞ്ഞു പോവാനുള്ള ഏറ്റവും നല്ല മന്ത്രപ്രയോഗവും അതുപോലെ തന്നെ ദേഹരക്ഷയാണ് പറഞ്ഞു തരുന്നത്. അത് കണ്ടാലാണ് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് ദുർഗാദേവിയുടെ വനദുർഗ എന്ന് പറയുന്ന ചൈതന്യത്തിനാണ്, ശൂലിനി എന്ന് പറയുന്ന ഒരു ദേവസങ്കല്പമാണ് നമ്മൾ ദുർഗാദേവിയുടെ ഉള്ളത്. ഇത് വനദുർഗ ഭഗവതി അതുപോലെ തന്നെ ശൂലിനി എന്നൊക്കെ പറയുന്നത് ദുർഗാദേവിയുടെ മറ്റു അവതാര സ്വഭാവങ്ങളാണ്. ഇതെന്താന്ന് വെച്ചാൽ ശത്രു സംഹാരത്തിന് വളരെ എഫക്റ്റീവാണ്. ഈ ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ പൈശാചികത, കാരണം പൈശാചികത എന്ന് പറഞ്ഞാൽ ഭൂതപ്രേതങ്ങളെ കൊണ്ടുള്ള ശല്യങ്ങൾ, ഈ നവഗ്രഹങ്ങളെ കൊണ്ടുള്ള ഈ ഗ്രഹപീഡ എന്ന് പറയും. നമ്മൾക്ക് കാലക്കേട് എന്ന് പറയും, അതുപോലെ ശനിദോഷം, അത് രാഹുദോഷം, ഇങ്ങനെയൊക്കെ വരുന്ന ഗ്രഹപീഡകളെ കൊണ്ടുവരുന്ന ദോഷങ്ങൾ. അതുപോലെ തന്നെയാണ് പൈശാചികതകളെ കൊണ്ടുള്ള ദോഷങ്ങൾ. ഇതുപോലെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും പൂർണ്ണമായി മാറ്റുന്ന ഒരു അമൂല്യമായിട്ടുള്ള പവറുള്ള ഒരു മന്ത്രമാണ് ശൂലിനി ദേവി മന്ത്രം. ഇത് ദുർഗാദേവിയുടെ ആണ്. ശൂലിനി എന്ന് പറയുന്നത് ഒരു രൗദ്ര സ്വഭാവമാണ് ദേവിയുടെ. ഈ ദേവിയുടെ മന്ത്രം കൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം എഫക്റ്റീവാണ്. ഇത് ദോഷങ്ങൾക്കും ദുരിതങ്ങളും ബാധകൾക്കും ഒക്കെ ശൂലിനി ഹോമം ചെയ്യും, അതുപോലെ തന്നെ ശൂലിനി യന്ത്രം ധരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതാണ്ട് നല്ല ചെലവുകൾ വരും. ദുരിതങ്ങൾ മാറ്റി സമ്പത്ത് ഉണ്ടാവാനും പണം വന്നു ചേരാനും ഐക്യമുണ്ടാവാനും ദാമ്പത്യ കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്കൊക്കെ വളരെ എഫക്റ്റീവാണ് ശൂലിനി യന്ത്രം. പക്ഷേ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നല്ലൊരു ചെലവ് വരും. ചെലവ് വരുമ്പോൾ ചില ആൾക്കാർക്ക് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ചില ആളുകൾ ഇത് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കും. ചില ആൾക്കാർക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, യാതൊരു മാർഗമല്ല, ഇപ്പം എന്ത് ചെയ്യും ഭഗവാനെ, ശാന്തി എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിവിധിയും പോം വഴിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അതിനെന്താ വേണ്ടി വെച്ചാല് സ്ഥിരമായിട്ട് ഈ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേഹരക്ഷ ധരിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം ദിവസം വീട്ടിലിരുന്ന് ജപിക്കുക എന്നുള്ളതാണ്. ആ ജപവിധാനം ഞാൻ പറഞ്ഞുതരാം. അതിനാദ്യം ശൂലിനി മന്ത്രം കണ്ടെത്തിയിട്ടുള്ള ഒരു ഋഷീശ്വരനുണ്ട്. ആ ഋഷീശ്വരനെ നമ്മൾ ആദ്യം സ്മരിക്കണം. സ്മരിച്ചതിന് ശേഷം ആണ് നമ്മൾ ഈ ശൂലിനി മന്ത്രം ജപിക്കുക. ഈ ജപിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എന്താണ് ആ ഋഷീശ്വരനെ വീണ്ടും സ്മരിക്കണം. അത് 41 ദിവസം അല്ലെങ്കിൽ 90 ദിവസം ചൊല്ലണം. ഇത് 1000 പ്രാവശ്യം വീതം ഒരു ദിവസം ചൊല്ലുക. അത് കുറച്ച് നേരം വേണ്ടുള്ളൂ ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട്. അത്രയും അധികം കടുകട്ടിയായിട്ടുള്ളൊരു മന്ത്രമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഋഷീശ്വരനെ സ്മരിക്കേണ്ടതാണ് ഈ പറയുന്നത്. ദീർഘതമാ ഋഷി ഛന്ദ ശൂലിനി ദേവത. ദീർഘതമാ ഋഷി കുഗുപ്ഛന്ദ ശൂലിനി ദേവത. ഇതാണ് ശൂലിനി ദേവിയുടെ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരൻ. ഈ ഋഷീശ്വരനോട് ആദ്യം ഒന്ന് സ്മരിച്ചിട്ട് പറയുക, ഭഗവാനെ ഋഷീശ്വര ഇതിനെനിക്ക് വഴിയുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഓം ഹ്രീം ജ്വല ജ്വല ശൂലിനി ദുഷ്ട നിഗ്രഹേ ഹും ഫൾ സ്വാഹ, അത്രേ ഉള്ളൂ. ഈ മന്ത്രം ജപിക്കുന്നത് അത്രയാണ്. ഓം ഹ്രീം ജ്വല ജ്വല ശൂലിനി ദുഷ്ട നിഗ്രഹ ഹും ഫൾ സ്വാഹ. ഓം ഹ്രീം ജ്വല ജ്വല ശൂലിനി ദുഷ്ട നിഗ്രഹ ഹും ഫൾ സ്വാഹ. അത് നിഗ്രഹേ എന്നും പറയണവരുണ്ട്, പല മന്ത്രത്തിലും അങ്ങനെ ഉണ്ട്. ഓം ഹ്രീം ജ്വല ജ്വല ശൂലിനി ദുഷ്ട നിഗ്രഹേ ഹും ഫൾ സ്വാഹ എന്നുണ്ട്, നിഗ്രഹ ഹും ഫൾ സ്വാഹ എന്നുണ്ട്. അപ്പൊ ഈ രണ്ടായാലും തെറ്റില്ല, കാരണം പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ അങ്ങനെ ഉണ്ട്. അപ്പോ ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഇത് 1000 പ്രാവശ്യം ജപിക്കാൻ അരമണിക്കൂർ മതി. അരമണിക്കൂർ കൊണ്ട് നല്ല പോലെ ദുർഗാദേവിനെ ഇവിടെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് മന്ത്രം ജപിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ബാധകളും മാറ്റി, എനിക്ക് കഷ്ടതകൾ മാറ്റി, നവഗ്രഹ ദോഷങ്ങൾ മാറ്റി, ഗ്രഹപീഡകൾ മാറ്റി അനുഗ്രഹം ഉണ്ടാക്കി തരണം ഭഗവതി ദേവി എന്ന് നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഋഷീശ്വരന്റെ മന്ത്രം ഉണ്ടല്ലോ, ദീർഘതമാ ഋഷി കുഗുപ്ഛന്ദ ശൂലിനി ദേവത എന്നുള്ള ആ ഋഷീശ്വരനെ സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മന്ത്രജപം പൂർണ്ണമായി. ഇത് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾ ഓം നമഃശിവായനും ഓം നമോ നാരായണായ നമാന്നും നമ്മൾ ജപിച്ചിരിക്കണം. ഇരുന്നെങ്കിൽ മാത്രമാണ് ഈ ചെയ്തതിന്റെ ദുരിതം നമ്മളിൽ നിന്ന് മാറി അനുഗ്രഹമായിട്ട് വരുള്ളൂ.
അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങളുടെ ഇപ്പോൾ വലിയൊരു ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഗതി പിടിക്കാണ്ട് കുടുംബം കുട്ടിച്ചോറായ ആൾക്കാർ ഈ ദോഷത്തിന്റെ പ്രതിവിധിക്ക് വേണ്ടി നടന്നവരുണ്ട്. അതിപ്പോൾ നശിക്കാൻ നേരത്ത് ദോഷപ്രതിവിധിക്ക് വേണ്ടിയിട്ടെന്നല്ല, ഇപ്പൊ ചികിത്സയായിട്ട് നടന്നാലും ഇത് തന്നെയാണ്. അപ്പോൾ ആളുകളൊക്കെ ഇത് പറയുമ്പോൾ എന്താന്ന് വിചാരിക്കുക വെച്ചാൽ ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ വെറുതെയാണ്, അന്ധവിശ്വാസം എന്ന് പറയും. ഈ ലോകത്തിലെ 100% കാര്യങ്ങളും അന്ധവിശ്വാസമാണ്. നമ്മൾ നേരിട്ട് കണ്ട ഒരു സാധനം മാത്രമാണ് അത് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കുക, ആദ്യം നിങ്ങളുടെ ഭാര്യ വേറൊരാളുടെ കൂടെ പോവോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വല്ല അടുപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഭർത്താവ് വേറൊരാളുടെ കൂടെയാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ വിശ്വസിക്കുകയാണ്, എൻ്റെ കൂടെയാണ്, എന്നോടൊപ്പം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസം. മക്കൾ നാളെ നമ്മളെ നോക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതുപോലെ തന്നെ ലോകത്ത് ചികിത്സയ്ക്കുണ്ട്, രോഗം മാറും എന്ന് വിശ്വാസമാണ്. മാറിയെങ്കിൽ മാറി. എത്രയോ ആൾക്കാർക്ക് മാറാത്തത്, എത്രയോ ആൾക്കാർ മരിച്ചു പോകണം. ഓപ്പറേഷൻ ചെയ്തത് മാറിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യുക, എത്രയോ ആൾക്കാർ മരിച്ചു പോകണം. അതുപോലെ തന്നെയാണ് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസം അല്ലാത്തൊരു വിശ്വാസം ലോകത്തിലില്ല. ഇപ്പൊ ഇന്നലെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിട്ട് ഫെയിലായി. അവർ ഇത്രയും കോടിക്കണക്കിന് ചെലവാക്കി സാധനം വിട്ട് അവിടെ എത്തുന്നു വിചാരിച്ചിട്ടുണ്ട്, എത്തിയില്ല, പൊട്ടിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും. അതുപോലെ അപ്പോൾ ഈ ചോദിക്കുന്ന ആൾക്കാരും ഈ അന്ധവിശ്വാസമാണ് തരികട എന്ന് പറയുന്ന ആളുകൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ ലോകത്തിലെ എല്ലാ പരിപാടിയും അന്ധവിശ്വാസമാണ്. അപ്പോൾ അതാദ്യം നമ്മൾ ഉൾക്കൊള്ളുക. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഇത് ചെയ്താൽ ശരിയാവും, അല്ലെങ്കിൽ ഇത് ശരിയാവുമെന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അടുത്തത് പരിശ്രമിക്കാമല്ലോ. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്നും റെഡി ആവൂല എന്ന് വെച്ചിട്ടാണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചൊറിയും കുത്തിയിരുന്നിട്ട് ഒന്നും ചെയ്യൂല, ദുരിതടിച്ച് ചവണേക്കാളും നല്ല പരിശ്രമിച്ചു നോക്കുക. മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശാസ്ത്രാണി എന്നൊക്കെ പൂർവികരും കൃഷീശ്വരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രവും വേണ്ടി വരും, യന്ത്രവും വേണ്ടി വരും, ഔഷധവും വേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. ഓരോ കാര്യങ്ങൾ സെറ്റായി വരാൻ. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ പ്രശ്നത്തിന് ഇത് അന്ധവിശ്വാസം എന്നുള്ള രൂപത്തിലേക്ക് മാറാതെ നിങ്ങളതൊരു വിശ്വാസമായി എടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഫലം ഉണ്ടാവുള്ളൂ. ഫലം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എഫക്റ്റീവാണ്. ഇതിനൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ എന്താ വെച്ചാൽ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇയാളുടെ കാഴ്ചപ്പാടാണ്, ഇയാൾ എന്താ പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല. ഒക്കെ സ്ക്രോൾ ചെയ്താണ്, സ്കിപ്പ് ചെയ്താണ് കാണും. എന്നിട്ട് ഇയാൾ വളവള അടിച്ചു, കുറെ നീട്ടിക്കൊണ്ടുപോയി വെറുതെ ഒക്കെ പറയും. പക്ഷെ ഞാൻ എൻ്റെ ശൈലിയിലാണ് പറയുന്നത്, എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അല്ലാണ്ട് നമുക്ക് വലിയ എഡിറ്റർമാരും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫോൺ നമ്മുടെ വെച്ചിട്ട് ഇരുന്നാണ് എടുക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ മനസ്സിലാവായികയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് വാട്സപ്പ് മുഖേനയാണ് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുള്ളൂ. കോള് വിളിച്ച് ചോദിക്കരുത് ഒരു കാരണവശാലും. എന്താ കാരണം വെച്ചാൽ നമ്മൾ പല പരിപാടിയും ചെയ്യുമ്പോൾ നിങ്ങൾ വിളിക്കും, എടുത്തില്ല, വീഡിയോയിൽ നമ്പർ ഉണ്ട് പക്ഷെ എടുക്കണില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് ഈ ആയിരക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് വിളിച്ച് എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുക, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നിർബന്ധമായിട്ടും എന്തായാലും കിട്ടിയിരിക്കും എന്നുള്ളത് സംശയമില്ല. പക്ഷെ അത് വാട്സപ്പ് മുഖേന ആയിരിക്കും. അതുപോലെ തന്നെ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമായി നമ്മുടെ ചാനലിന് അതൊരു വിജയമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.